വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്, അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. സിസ്റ്റത്തിൻ്റെ പാളിച്ചയുടെ ഭാഗമായി ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീഴ്ചയാണ് എന്നിരുന്നാലും ഒരു കുരുന്നു ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. അധ്യാപകരെല്ലാം സൂചിപ്പിച്ചതുപോലെ 1.5 മാസം കൊണ്ട് ആ സ്കൂളിൻ്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയ ഒരു 13 വയസ്സുകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. NCCയിൽ അതുപോലെ തന്നെ ഫുട്ബോൾ സെലക്ഷനിൽ ഫുട്ബോൾ ടീമിൽ ഏത് കുട്ടികളുടെ കാര്യമായാലും മുന്നിൽ നിൽക്കുന്ന നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട മിഥുൻ എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ രാവിലെ 8:30 നടന്ന സംഭവത്തിൽ ഇത്തരത്തിലൊരു കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഇവിടെ നിരവധി വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു. 1 സ്കൂൾ മാനേജ്മെന്റിന്റെ വീഴ്ച, 2 KSEBയുടെ വീഴ്ച, 3 വിദ്യാഭ്യാസ വകുപ്പിലെ ആ സമയത്തുള്ള AEO അടക്കമുള്ളവരുടെ വീഴ്ച, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വീഴ്ച അടക്കം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞതുപോലെ മെയ് മാസം 13 തന്നെ ഒരു സർക്കുലർ പുറത്തിറങ്ങി. ആ സർക്കുലർ പ്രകാരം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഓരോ സ്കൂളിന്റെ ക്ലാസ് മുറികളിലും പുറത്തും ചെയ്യേണ്ട, സ്കൂൾ ക്യാമ്പസിൽ ചെയ്യേണ്ട മുൻകരുതലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 9-ാമത് തലക്കെട്ട് 1-ൽ സ്കൂൾ സുരക്ഷ എന്നതാണ്. അതിൽ സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ ഉള്ള വൈദ്യുതി പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ, ഇതല്ലാതെയുള്ള ട്രാൻസ്ഫോർമറുകൾ മുതലായവ അപകടകരമായ വിധം കാണുകയാണെങ്കിൽ അതായത് ബന്ധപ്പെട്ട KSEB അധികൃതരെ അറിയിക്കേണ്ടതും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതുമാണ് എന്ന് കൃത്യമായി തന്നെ 1-ാം തലക്കെട്ടിൽ സ്കൂൾ സുരക്ഷ എന്നതിൽ 9-ാമത്തെ നിർദ്ദേശമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സർക്കുലർ ഉപവിദ്യാഭ്യാസ ഡയറക്ടർമാർക്ക്, ഡയറ്റ് പ്രിൻസിപ്പൽമാർക്ക്, RDCCമാര്, ADമാര്, ജില്ലാ ഉപവിദ്യാഭ്യാസ ഓഫീസർ, SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ, ജില്ലാ പ്രൊജക്ട് ഓഫീസർമാര്, കെറ്റ് ജില്ലാ കോർഡിനേറ്റർ, അങ്ങനെ എല്ലാ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയിലേക്ക് സ്കൂൾ PTA-യും മാനേജ്മെന്റും എല്ലാം വിളിച്ചുകൂട്ടി കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ചെയ്തിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ KSEBയ്ക്കും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഒരു സ്കൂളിലെ ക്ലാസ് മുറിക്ക് മുകളിലൂടെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഷെഡിന് മുകളിലൂടെ ഓപ്പൺ ലൈനായിട്ട് പോകുക. ഇപ്പൊ കവറിംഗ് ആയിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ആ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും വേണ്ടത്ര സുരക്ഷയോടെ ഇടപെടാൻ KSEBയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇത് പരിശോധിച്ച് കൃത്യമായിട്ട് സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ്. ഇപ്പൊ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നുവെന്നും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് നിർദ്ദേശം പാലിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഏത് വിഭാഗത്തിന്റെയാണോ വീഴ്ച, ആ വീഴ്ച കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് മാനേജ്മെന്റിനെതിരെ നടപടി, ഹെഡ്മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, AEO വീഴ്ച വരുത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നേടുന്ന സാഹചര്യം, അതുപോലെ തന്നെ വിശദമായിട്ടുള്ള മറുപടി ഈ കാര്യത്തിൽ മാനേജ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്ന സാഹചര്യം, ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ സിസ്റ്റത്തിന്റെ വീഴ്ചയാണെങ്കിൽ നമുക്കുണ്ടായ നഷ്ടം തീരാ നഷ്ടമാണ്. ഏറ്റവും കടുത്ത വേദനയാണ്. ഒരു മികച്ച വിദ്യാർത്ഥിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ സിസ്റ്റം ഇത്തരത്തിലുള്ള പോരായ്മകൾ അടിയന്തരമായിട്ട് തിരുത്തേണ്ടതാണ്. ഒരിക്കലും ഇനി ആവർത്തിക്കരുതെന്ന് പറയുമ്പോഴും അങ്ങ് ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായപ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നം ശ്രദ്ധയിൽപ്പെടുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എവിടെയാണോ വീഴ്ച, ഏത് ഉദ്യോഗസ്ഥന്മാരാണോ വീഴ്ച വരുത്തിയത്, ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എടുക്കാത്തത് എന്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇലക്ട്രിക് ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഏറ്റവും ആധുനികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉള്ളപ്പോൾ അതെന്തുകൊണ്ട് പാലിച്ചില്ല എന്ന ഗൗരവമായിട്ടുള്ള പരിശോധന വേണ്ടതാണ്. ഇപ്പോൾ നമ്മളെല്ലാം ആ കുട്ടിയുടെ കുടുംബത്തോടൊപ്പമാണ്, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള വഴി. ശരി.